ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് മീനച്ചാർ ഉണ്ടാക്കാം. അതിനാദ്യം തന്നെ മീൻ നല്ലപോലെ കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക. കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കാവുന്നതാണ്. മീനിൻ്റെ എല്ലാ കഷ്ണത്തിലേക്കും ഈ മഞ്ഞൾപ്പൊടിയും മുളകും ഉപ്പും കൂടെ പെരളുന്ന രീതിയിൽ നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ മാറ്റി വെച്ചേക്കുന്ന മീൻ കുറച്ച് വെച്ച് ഇതിനകത്തേക്ക് ഇടാം. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ്. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം പറ്റിയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഇടുക. പെട്ടെന്ന് ഇളക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇളക്കുക. നമ്മൾ പെട്ടെന്ന് ഇളക്കി കഴിഞ്ഞാൽ എല്ലാം പൊടിഞ്ഞു പോകും. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് ക്രിസ്പി ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നല്ലപോലെ ഒന്ന് വറുത്ത് വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് വേറൊരു പാനിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ബാക്കി നമുക്ക് മീൻ അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണയും വറ്റൽമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളർ ഒന്ന് ഗോൾഡൻ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ. നമുക്കത് കഴിഞ്ഞിട്ട് അതിലേക്ക് പച്ചമുളക് ഒരു 2-3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിടാം. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഗോൾഡൻ കളർ ആയതിന് ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് ഇത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേ പാനിൽ നമുക്ക് നല്ലെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഉലുവ ഇടാവുന്നതാണ്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒരു 5-6 സ്പൂൺ മുളക് പൊടി ഇടാവുന്നതാണ്. എരിവനുസരിച്ച് നമുക്ക് മുളക് പൊടി കൂട്ടാവുന്നതാണ്. മുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് കായപ്പൊടി ഇടേണ്ടതാണ്. കായപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കാവുന്നതാണ്. പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മീൻ നമ്മൾ ഫ്രൈ ആക്കിയതും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കുക. എല്ലാത്തിലും പറ്റുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് വിനാഗിരി ആഡ് ചെയ്യുക. വിനാഗിരിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇവിടെ നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.